ഒരാളുടെ ആത്മഹത്യ വാർത്ത കണ്ടോ കേട്ടോ വായിച്ചോ അറിയുമ്പോൾ അതേ അവസ്ഥയിലൂടെ പോണ വേറൊരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആവണതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1774 ദി സോറോ ഓഫ് യങ് വെർദർ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് വെർദറിന് ഒരു പെൺകുട്ടിനെ ഇഷ്ടമായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങളുകൊണ്ട് ആ കല്യാണം നടന്നില്ല. ആ വിഷമത്തിൽ യങ് വെർദർ ആത്മഹത്യ ചെയ്യാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം യൂറോപ്പിൽ ആത്മഹത്യയുടെ ഒരു തുടർ പരമ്പര തന്നെയായിരുന്നു. ചില ആളുകൾ യങ് വെർദറിൻ്റെ കോസ്റ്റ്യൂം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ കാരണം കൊണ്ട് ചില ഗവൺമെൻറ് ഈ ബുക്ക് ബാൻ ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ഒരു ആത്മഹത്യനെ വളരെ സെൻസേഷനായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആഘാതത്തിനെ പറ്റി പഠിച്ചത് ഡേവിഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആൾ എങ്ങനെയാണ് വാർത്താമാധ്യമങ്ങളിൽ വരണ ന്യൂസുകൾ അതേ അവസ്ഥയിലൂടെ പോണ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യണതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ആളാണ് ഇതിനെ ആദ്യമായിട്ട് വെർദർ എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞത്, അതായത് ഇപ്പോൾ സ്ത്രീധന തർക്കത്തിനെ ചൊല്ലി ആത്മഹത്യ ചെയ്തൊരു കേസ് ഉണ്ടായെന്ന് വിചാരിക്കാം. വാർത്താമാധ്യമങ്ങൾ അത് അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം പുറത്തേക്ക് പറയും. അതായത് എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തിനാണ്, കീറി മുറിക്കും ആ വാർത്തേനെ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോണ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യണതിൻ്റെ ഒരു തുടർ പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വെർദർ എഫക്റ്റ്. അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങൾ എവിടെ പറയണം, എന്തൊക്കെ പറയണം, എത്രത്തോളം പറയണം എന്നുള്ളൊരു ഇതും കൂടെ ചിന്തിച്ച് വാർത്തകൾ പറയണം. കാരണം ഈ വാർത്തകൾ കേട്ട് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവാൻ പുറത്ത് കാത്തുക്കുന്നുണ്ട്.